പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 11-ാം അധ്യായം ഇന്നൊന്ന് ധ്യാനിക്കണേ. പ്രത്യേകിച്ച് അതിൻ്റെ 24-ാം വചനം മുതൽ ഒന്ന് മനസ്സിരുത്തി വായിക്കണം. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഒത്തിരി ആശ്വസിപ്പിക്കും, ധൈര്യപ്പെടുത്തും, മുന്നോട്ട് പോകാനുള്ള ഉത്തേജനം നൽകും. അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് മോശെ എണ്ണി. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടാം, കൊട്ടാരത്തിലെ സകല പ്രിവിലേജസും അനുഭവിക്കാം, സുഖ സൗകര്യങ്ങൾക്കൊന്നും ഒന്നിനും കുറവില്ല, എല്ലാ നന്മയും സമൃദ്ധിയുമുള്ള കൊട്ടാരത്തിലെ ജീവിതം താൻ വേണ്ടെന്ന് വെച്ചു. എന്തിനാണെന്നറിയാമോ? തന്നെ ഏൽപ്പിച്ച വലിയ ദൈവിക ദൗത്യം താൻ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പൂർത്തീകരണത്തിനായി താൻ അവിടം വിട്ടു. പാപത്തിൻ്റെ താൽക്കാലിക സുഖങ്ങളുണ്ട്, തനിക്ക് എങ്ങനെയും ജീവിക്കാം. ആ സുഖ സൗകര്യങ്ങൾ, തൻ്റെ കംഫർട്ട് സോൺ, പാപം ഒക്കെ വിട്ട താൻ ഇറങ്ങി തിരിച്ചു. എന്തിനാ? ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ. ഇങ്ങോട്ട് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നാം ഇരിക്കുന്ന കംഫർട്ട് സോണിൽ, ആ സുരക്ഷിതത്വത്തിൽ, ആ തണുപ്പിൽ, എന്താ പറയുന്നത്, ഒറ്റയ്ക്ക് എല്ലാം വിട്ട് ഒഴിഞ്ഞ് അങ്ങനെ ഇരുന്നാൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിൻപറ്റുന്നത് മൂലം, കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ നാമം ഏറ്റെടുത്തത് മൂലം ചില പഴിയും ദുഷിയും ജീവിതത്തിൽ വന്നേക്കാം. അതിനെയൊന്നും കാര്യമാക്കണ്ട. കർത്താവ് ഒരുക്കുന്ന വലിയ നിത്യതയോർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളോ നിന്നയോ പരിഹാസമോ ഒന്നും ഒരു വിഷയമല്ല. അതേ പ്രിയപ്പെട്ടവരെ, കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നാൽ, ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത് ഇങ്ങനെ ഇരുന്നു പോയാൽ അങ്ങനെ ഇരുന്നു പോകത്തേ ഉള്ളൂ. എന്നാൽ അതിനെ വിടുവാൻ, കർത്താവെ, ഞാൻ ഏറ്റെടുത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താ, എൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്താ, അത് ചെയ്യുവാൻ അവിടുന്ന് എന്നെ പ്രാപ്തമാക്കണമേ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുവാൻ മനസ്സ് വെച്ചാൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ പൂർത്തീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ ഒത്തിരി ഒതുങ്ങിയിരുന്നവളാ. എന്നാൽ എന്ന് കംഫർട്ട് സോൺ പൊളിക്കുവാൻ തീരുമാനിച്ചോ, അന്നു മുതൽ ദൈവിക പദ്ധതികൾ, ഉദ്ദേശങ്ങൾ ജീവിതത്തിൽ നിറവേറുവാൻ തുടങ്ങി. കംഫർട്ട് സോൺ പൊളിയുന്നത് അത്ര സുഖമുള്ളതൊന്നുമല്ല. ഇഷ്ടമുള്ള സ്ഥലം വിട്ട്, ഇഷ്ടമുള്ള കാര്യങ്ങൾ വെടിഞ്ഞ്, എൻ്റെ സുഖങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ഇഷ്ടം എന്തോ അത് തിരിച്ചറിഞ്ഞ് അതിനെ പിൻപറ്റുവാൻ മനസ്സ് വെച്ചാൽ ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങളൊക്കെ ഒന്ന് വിട്ടെന്ന് വന്നേക്കാം. പക്ഷേ നിത്യത ഉറപ്പാ. മാത്രമല്ല, വലിയ ചില ദൈവിക പദ്ധതികൾ ചെയ്യുവാൻ ഒരു ഇൻസ്ട്രുമെന്റായി, ഒരു ആയുധമായി കർത്താവ് നമ്മളെ ഉപയോഗിക്കും. അപ്പോൾ എന്താ നമുക്ക് വേണ്ടുന്നത്? നമ്മളുടെ കംഫർട്ട് സോൺ ആണോ? നമ്മുടെ താൽക്കാലിക സുഖങ്ങളാണോ? പാപ സ്വഭാവങ്ങളാണോ? അതോ ഈ ലോകത്തിലെ ധനവും നിക്ഷേപവും ഒക്കെയാണോ? അതോ അവയൊക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങ് പറയുന്നതായി തീരുവാൻ ഞാൻ മനസ്സ് വയ്ക്കാം, അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണ മനോഭാവമാണോ? ഇന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. എല്ലാവരുടെയും ഹൃദയം ഒരു സമർപ്പണത്താൽ നിറയപ്പെടുമാറാകട്ടെ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പ, അങ്ങ് തന്നിരിക്കുന്ന ഈ ചെറിയ ആയുസ് അത് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല, എൻ്റെ ജീവന്റെ ഉടമസ്ഥൻ എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നോ അതെൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അതിന് ഞാൻ എന്തൊക്കെ വിടണമോ അത് വിടുവാൻ മനസ്സ് വയ്ക്കുന്നു. അങ്ങയുടെ ഇഷ്ടം, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അതിന് ഞാൻ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാ. താൽക്കാലികമായ ഈ ലോകത്തിലെ എന്ത് സുഖങ്ങളും സൗകര്യങ്ങളും ഉപേക്ഷിപ്പാൻ ഞാൻ തയ്യാറാ എന്നൊന്ന് മനസ്സ് വെച്ച് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ നിങ്ങൾ അസാധാരണമായ വ്യക്തിത്വങ്ങളായി മാറും. കർത്താവിന്റെ കരത്താൽ അസാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറും. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ശരിയാ, ആ കൊട്ടാരത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം തനിക്ക് ലഭ്യമാകുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ, അനവധി ലക്ഷം ജനത്തിന്റെ നേതൃത്വം കൊടുക്കുവാൻ താൻ ഒരുക്കപ്പെടത്തില്ലായിരുന്നു.
അതിന് ദൈവം മറ്റു ചിലരെ അപ്പോയിന്റ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ നോക്കിക്കേ, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് തന്റെ താൽക്കാലിക സുഖങ്ങളോട് വിട പറഞ്ഞ് താൻ കാലെടുത്ത് വെച്ചപ്പോൾ താൻ 1, 2, 3 പേർക്കല്ല ഒരു ബ്ലെസ്സിങ് ആയത്, ജനലക്ഷങ്ങൾക്ക്. നമുക്ക് എന്താ വേണ്ടുന്നത്? അനേക ആയിരങ്ങളുടെ, കോടിക്കണക്കിന് ജനത്തിന്റെ വിടുതലിന് നാം ഒരു കാരണമായി തീരണോ? നമ്മളുടെ ജീവന്റെ ഉടമസ്ഥന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നോ? അതോ നമ്മൾ ഈ താൽക്കാലിക സുഖങ്ങൾ വേണോ? ഇന്ന് ഒന്ന് ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിച്ചേ. അപ്പ അങ്ങയുടെ ഹിതം, അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള പൂർണ്ണ ഇഷ്ടം അത് നിറവേറട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അപ്പ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. കർത്താവേ, അങ്ങയുടെ പൂർണ്ണ ഹിതം, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ മനസ്സ് വെക്കുന്നു. അതിന് ഞങ്ങൾ എന്താ വിടേണ്ടിയത്? ഏത് നിന്നയാ ഞങ്ങൾ അനുഭവിക്കേണ്ടുന്നത്? ഞങ്ങൾ അതിനെല്ലാം തയ്യാറാ കർത്താവേ. ഞങ്ങളെ സമർപ്പിക്കുന്ന അപ്പ. ഹല്ലേലൂയ. ഞങ്ങളെ കുറിച്ചുള്ള ദൗത്യത്തിലേക്കുള്ള യാത്ര അത് സുഖകരമല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അവിടെയും താങ്ങുന്ന അങ്ങയുടെ കരമുണ്ടല്ലോ. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ചില നിന്നയിലൂടെ, പരിഹാസത്തിലൂടെ കടന്നു പോകുന്നവരെ അങ്ങിപ്പോൾ ധൈര്യപ്പെടുത്തണമേ. അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ അങ്ങ് അവർക്ക് കൃപ കൊടുക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പാ. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, കംഫർട്ട് സോൺ വിടുന്നത് സുഖമല്ല. ദൗത്യത്തിലേക്കുള്ള യാത്ര സുഖകരമല്ല. പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങളൊക്കെ വിട്ടുകളയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ഈ ലോകത്തിലെ നിക്ഷേപങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വിടുന്നത് സുഖമുള്ള കാര്യമല്ല. എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ വിടുവാൻ മനസ്സ് വെച്ചാൽ സ്വർഗം നൽകുന്ന റിവാർഡ്, പ്രതിഫലം ചെറുതല്ല, നിങ്ങളുടെ ബുദ്ധിയിൽ അളക്കുവാൻ കഴിയുന്നതല്ല. ആയതുകൊണ്ട് ചിലതിനോട് വിട പറയാം. കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അതുമൂലം ഉണ്ടാകുന്ന നിന്നാ പരിഹാസമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കാര്യമാക്കണ്ട. വിളിച്ച ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനല്ലേ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ വിളിച്ചവനാ പൂർണ്ണ ഉത്തരവാദിത്വം. ഇന്ന് കേൾക്കുന്ന നിന്നയും കടന്നു പോകുന്ന പരിഹാസവും കേൾക്കുന്ന അപവാദവും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഉത്തരവാദിത്വം സ്വർഗം ഏറ്റെടുത്തോളും. അവിടുന്ന് മറുപടി പറഞ്ഞോളും. ബ്ലെസ് യു.